കാസർഗോഡ് നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ മാറി മധുവാഹിനിപ്പുഴയുടെ നദിക്കരയിലാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ഇടനീർമഠം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിച്ചേരുവാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ KSRTC സ്റ്റാൻഡിലോ വന്ന് ബദിയടുക്ക ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഇടനീരെത്താം. അവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. ശങ്കരാചാര്യരുടെ 4 ശിഷ്യന്മാരിൽ ഒരാളായ തോട്ടകാചാര്യ പരമ്പരയിൽപ്പെട്ടതാണ് ഇടനീർമഠം. ഇടനീർമഠത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ദക്ഷിണമൂർത്തിയും ഗോപാലകൃഷ്ണനുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുളുനാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ ഒരു ശിവള്ളി ബ്രാഹ്മണന്, അതായത് തുളു ബ്രാഹ്മണന് തോടകാചാര്യൻ സംരക്ഷണം നൽകുകയും തുളു ബ്രാഹ്മണരുടെ പാരമ്പര്യം പാലിക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്നും ഐതിഹ്യം പറയപ്പെടുന്നു. ആയിരത്തി 1961 മുതൽ 2020 വരെ ഈ ഇടനീർമഠത്തിൻ്റെ തലവനായിരുന്നു കേശവാനന്ദ ഭാരതി. ആയിരത്തി 1970കളിൽ കേരള സർക്കാർ മതസ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ ഉടമസ്ഥതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീ കേശവാനന്ദ ഭാരതിയുടെ നേതൃത്വത്തിലുള്ള ഇടനീർമഠം ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് ചോദ്യം ചെയ്തു. ഈ കേസ് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായി മാറി. ഇത് സുപ്രധാനമായ കേശവാനന്ദ ഭാരത വിധിന്യായത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും നിയമവാഴ്ചയുടെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടത്തിൽ ശ്രീ കേശവാനന്ദ ഭാരതി വിജയിക്കുകയും ചെയ്തു. മഠ അധിപതിയായിരുന്ന സച്ചിദാനന്ദ ഭാരതിയാണ് ഈ മഠത്തിൻ്റെ മഹത്വം ലോകമെങ്ങും പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും ഏറെ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ആത്മീയ വിജ്ഞാനം പകരുകയും ജനങ്ങൾക്ക് മതപരമായി ആശ്വാസം നൽകുകയും ചെയ്തു. അവരുടെ കാലത്താണ് മഠവും വിഷ്ണുമംഗലം ക്ഷേത്രവും നവീകരിച്ചത്. ശ്രീ മതീശ്വരാനന്ദ ഭാരതിയുടെ കാലത്താണ് ഇടനീർമഠം വിദ്യാഭ്യാസത്തിൻ്റെയും
കലയുടെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി മാറിയത്. മഠത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാമീസ് ഹൈസ്കൂൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനവും ഈ മഠത്തിന് സമീപം തന്നെ മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. ഇടനീർ മഠത്തിന് വളരെ അടുത്തായി തന്നെ മഠത്തിൻ്റെ കാവൽ ദൈവമായ കുന്തിബാല ചാമുണ്ഡി ക്ഷേത്രവുമുണ്ട്. ഇവിടെ വരുന്ന വിശ്വാസികൾക്കും ടൂറിസ്റ്റുകൾക്കും ഇവിടുത്തെ മനോഹരമായ ആർക്കിടെക്ചറും പരമ്പരാഗത കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യവും കൗതുകമുണർത്തുക തന്നെ ചെയ്യും. അത്രയ്ക്കും മനോഹരമായ ഒരു ഡിസൈനുകളിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണവും പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞ, അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓരോ കെട്ടിടവും പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പണിതിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റല്ലം തന്നെയാണ് ഈ മഠം. ഇവിടുത്തെ ഉത്സവങ്ങളും ആഘോഷങ്ങൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ എത്തുന്നു. ഇവിടുത്തെ ധ്യാന മണ്ഡപങ്ങളും പ്രാർത്ഥനാമുറികളും ഒരു ദൈവീക ചൈതന്യം തന്നെ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ, നമ്മളിലേക്ക് ഒരു ദൈവീകത ഉണർത്തിവിടുന്ന ഒരു അനുഭൂതി തന്നെ നമ്മളിലേക്ക് ഉണ്ടാവുന്നു. അതിമനോഹരവും ശാന്തമായ ഒരു സ്ഥലത്താണ് ഈ മഠം സ്ഥിതി ചെയ്യുന്നത്. പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം. പാടവും പച്ചപ്പും, ഒരു സൈഡിൽ ശാന്തമായി ഒഴുകുന്ന മധുവാഹിനി പുഴയും, ഇതിൻ്റെ ഒരു സൈഡോട് ചേർന്ന് ഒരു ഗോശാലയും ഈ മഠത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ കാസർഗോഡ് നിന്നും ബദിയടുക്ക ബസ്സിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ ഇടനീറെത്താം. അതുപോലെ തന്നെ മംഗലാപുരം എയർപോർട്ടിൽ നിന്നും ഏകദേശം 60ഓളം കിലോമീറ്റർ എത്തും ഇവിടെ എത്തിച്ചേരുവാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ
നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.